പോലും വളരെ ഹിറ്റ് അടിക്കാൻ കഴിവുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു നടനാണ് ദിലീപ് നടൻ. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ശരിക്കും ഒരു വലിയൊരു ഹിറ്റിലേക്കാണ് അപ്പോൾ പോകുന്നത്. ജോണിയാണ് പറഞ്ഞത്. ആണല്ലേ ജോണി? പിന്നെ നമുക്ക് ഒരുപാട് ഹിറ്റ് തന്ന സംവിധായകം കൂടിയല്ലേ ജോണി. ജോണിക്ക് അതൊക്കെ പറയാം. ജോണി എന്തെങ്കിലും കണ്ടിട്ട് പറഞ്ഞായിരിക്കും. എന്തായാലും വലിയ സന്തോഷമുണ്ട്. ജോണിച്ചേട്ടൻ പറയണ്ടേ, ചെറിയ പോസിറ്റീവ് വന്നാൽ പോലും വളരെ ഹിറ്റ് അടിക്കാൻ കഴിവുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു നടനാണ്. ദിലീപിൻ്റെ ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കാലത്ത് ലാലേട്ടൻ്റെ ആയാലും ശാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൾക്കാരാണ്. എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ദിലീപിനെ വിമർശിക്കത്തില്ല. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഭയങ്കരമാണ്, ഇത് ഹിറ്റാണ്, അല്ലെങ്കിൽ ഇത് തേങ്ങാക്കൊലയാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ഒരുപക്ഷെ ഇവരുടെയൊക്കെ പരാജയത്തിന് കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് കണ്ടു കഴിഞ്ഞാലും അപ്പോൾ ഇവരെന്താ വിചാരിക്കുക, ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്നാൽ പ്രേക്ഷകർക്ക് ഇങ്ങനെ ഒരു അഭിപ്രായമില്ല മിസ്റ്റർ ദിലീപ്. പ്രേക്ഷകർക്കുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിനയം നിങ്ങൾ ഒന്നുകൂടി തിരുത്തണം, അതായത് ഒന്ന് മാറ്റണം എന്ന് മാത്രമാണ് പ്രേക്ഷകർക്കുള്ള ഒരു അഭിപ്രായം. പക്ഷേ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോ, നിങ്ങളുടെ കൈകൊണ്ട് ആഹാരം കഴിക്കുന്നവരോ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെന്ന് വിചാരിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരൊരു കാരണവശാലും നിങ്ങളെ താഴ്ത്തി പറയത്തില്ല. കാരണം നിങ്ങളെ താഴ്ത്തി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ നിലനിൽപ്പില്ലാന്നറിയാം. നിങ്ങളിനി എന്താണ് കരുതുക എന്നറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളിങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഇയാൾ എന്ത് തേങ്ങയായി കാണിക്കുന്നത്. അതായത് കുറേ നാളായാലും ഇയാളുടെ ഈ ചെയ്യുന്ന അഭിനയം നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് എല്ലാവരും ഇവിടെ മാറി ചിന്തിക്കൽ തുടങ്ങി. എന്തിനധികം പറഞ്ഞാൽ നമ്മളെ ഇന്നലെ വന്ന ഇന്ദ്രൻസി ഏട്ടനല്ലേ, ഇന്നലെയല്ല, അദ്ദേഹം ആദ്യമൊക്കെ കോമഡി ആയിരുന്നെങ്കിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻസി ഏട്ടൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വെറൈറ്റിയിലേക്കാണ് പോകുന്നത്. ഇന്ദ്രൻസ് പോലും ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വില്ലൻ വേഷങ്ങളിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ മലയാള സിനിമകൾ മൊത്തം മാറുമ്പോൾ ദിലീപ് എന്ന് പറയുന്നയാൾ ഇപ്പോഴും ആ ഒരു പണ്ടത്തെ ആ ഒരു സ്ഥലത്ത് നിന്നും വണ്ടി കിട്ടാത്ത ഒരാളെ പോലെ അവിടെ ഇങ്ങനെ നിന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കലാണ്. അല്ലാതെ വേറെ ഒന്നുമല്ല. ദിലീപ് നാളെ മുതൽ വേറെ ഏതെങ്കിലും ഒരു സംവിധായകനോ, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു കഥാപാത്രം വേണ്ട, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സംവിധായകൻ ഉണ്ടാകും, ഒരേ ഒരു എഴുത്തുകാർ മാത്രമേ ഉള്ളൂ. അതായത് ഒന്നിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ബെന്നി പി നായരമ്പലം, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് ഉദയകൃഷ്ണ CBK തോമസ്, ഇവർ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ക്രിപ്റ്റ് എഴുതാൻ വേറെ ഒരാൾക്ക് പോലും കൊടുക്കൂല. ഇനി ഏതെങ്കിലും ഒരു സംവിധായകൻ വന്നിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് പറയും, ആ ഒരു തിരക്കഥാകൃത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സ്ക്രിപ്റ്റിംഗ് വാങ്ങിക്കുക, എന്നിട്ട് അത് ഇവരെ ഏൽപ്പിക്കുക, അവർ റെഡിയാക്കി തരും. അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ദിലീപ് എന്ന് പറയുന്ന ഒരു കമ്പനി പോലും രൂപീകരിച്ചു എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന നടന്മാർ, അതായത് നമ്മുടെ ഈ KPC പിന്നെ നാടക സമിതിയിൽ, അതും ഈ കാളിദാസ നാടക സമിതിയൊക്കെ പോലെ തന്നെ സ്ഥിരമായിട്ട് അഭിനയിക്കുന്ന സ്ഥിരം നടന്മാർ, സിദ്ദിഖിനെ പോലെ, ബിന്ദു പണിക്കരെ പോലെയുള്ള അങ്ങനെയുള്ള സ്ഥിരമായിട്ടുള്ള നടന്മാരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകൾ കണ്ട് ജനങ്ങൾക്ക് തന്നെ ബോറടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയുടെ കൂടെ, അതായത് അവരൊക്കെ മനസ്സിലാക്കിയ സിനിമ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-60 കോടിയൊന്നും വരില്ല. ഇതിന് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 20 കോടി രൂപക്കൊക്കെ എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ പടമൊക്കെ ഉണ്ടാക്കാം. അത് ദിലീപ് തന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി. ഇനി ദിലീപ് തന്നെ ഒന്ന് നിർമ്മാണം ഏറ്റെടുത്താൽ മതി. എന്നാലെങ്കിലും നല്ല നല്ല പടങ്ങൾ ഉണ്ടാക്കാം. അല്ലാതെ ഇമ്മാതിരി കൂതറ പടങ്ങളെടുത്ത് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൻ്റെ കരച്ചിലും കൂടി കേൾക്കണ്ടേ. അതായത് ഈ ലിസ്റ്റിന് ഇനിയിപ്പോൾ കരച്ചിൽ തുടങ്ങും. ഇതേപോലെ തന്നെയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം, തങ്കമണി എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി. അങ്ങനെയുള്ള പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞ് ഇവർ കേക്കൊക്കെ മുറിച്ച് 100 കോടിയിലേക്ക് 200 കോടിയിലേക്ക് എന്നൊക്കെ പറയും. പക്ഷേങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇതേ ആൾക്കാർ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, അയ്യോ നഷ്ടം വന്നേ എന്ന് പറഞ്ഞിട്ട് കരയാനും തുടങ്ങും. ഇവിടെ ദിലീപിൻ്റെ ഒരുപാട് പടങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് ജനങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ പൊടിയിടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. എന്തിനിങ്ങനെ ഒരു പ്രഹസനം? അതായത് വിജയിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. ഇനിയിപ്പം നിങ്ങളുടെ പടം ഓടുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഒരു ദിലീപ് പടത്തിൻ്റെ ഒരു റിസൾട്ട് വരത്തുള്ളൂ. അപ്പോഴാണ് ഈ കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കേണ്ടത്. അല്ലാതെ ഇന്നൊരു ദിവസം തന്നെ എവിടുന്നോ ഒരു 500 റുപ്യേൻ്റെ കേക്കും വാങ്ങിച്ചിട്ട് അതായത് വിജയമാണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ കയറാൻ വരും എന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? അതാണ്, നിങ്ങളൊക്കെ മൂഢന്മാരുടെ സ്വർഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. അതായത് ലിസ്റ്റിൽ നിന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ഇത് മൂഞ്ചിന്ന്. കൃത്യമായിട്ടും അറിയാം. കാരണം ലിസ്റ്റിന് ഈയിടെയായിട്ട് എടുത്തത് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഞ്ചൽ പടം തന്നെയാണ്. ഈ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്നത് 9 നിലയിൽ നിന്നാണ് പൊട്ടി താഴെ വീണത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തുറമുഖം എന്ന് പറയുന്ന സിനിമയ്ക്ക് തലവെച്ച് കൊടുത്ത കോടികൾ അവിടെയും പോയി. അങ്ങനെ ലിസ്റ്റിന് ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടകാലം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൻ്റെ ആ ഒരു ശ്രദ്ധക്കുറവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലിസ്റ്റിന് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു മാടമ്പി കളിയും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ
ഈ ലിസ്റ്റിൻ്റെ പടമൊക്കെ ഇങ്ങനെ പോകുന്നത്. ഇന്നത്തെ ഒരു പടത്തിൻ്റെ കളക്ഷൻ കുറവുണ്ടെങ്കിൽ അത് ലിസ്റ്റിനും കൂടി കാരണക്കാരനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം മുമ്പ് ലിസ്റ്റിൽ നടത്തിയ ഒരു പരാമർശമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിവിൻ പോളിക്കാണെങ്കിൽ നിവിൻ പോളിയുടെ ആരാധകരെ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണെങ്കിൽ മറ്റുള്ളവരുടെ ആരാധകരെ നല്ല രീതിയിൽ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴും നമ്മളെല്ലാവരും ഇന്നയാളെയാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയാനുള്ള ഒരു ധൈര്യം കൂടി വേണം. അതുപോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്കൊന്നുമില്ല. അപ്പോൾ ഏതായാലും ദിലീപ് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻ്റാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. ഇത് കാണുമ്പോൾ, അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്കും ഒരുപാട് വിഷമങ്ങളുണ്ട് എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും ഏതായാലും തെറ്റ് എല്ലാ മനുഷ്യർക്കും പറ്റും. ഇനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ശിക്ഷ ഏറ്റു വാങ്ങിക്കട്ടെ, അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇപ്പോഴേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ ഈ പടങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. എങ്ങനെ കാണും ഈ പടമൊക്കെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് പടമാണ് ഇവരൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? അതായത് ഓരോ സംവിധായകർ ചില എന്താ പറയേണ്ടത്, ചെറിയ പടങ്ങൾ എടുക്കുന്ന കാണുന്നില്ലേ, അതിലൊക്കെ പോയിട്ട് അഭിനയിക്കും മിസ്റ്റർ ദിലീപ്. എന്നാലെങ്കിലും നിങ്ങൾക്ക് കയറി വരാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും ഇതുപോലെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റിൽ ഇടപെടാതിരിക്കണം. ഇപ്പോൾ പവി കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പല സിനിമകളിലും നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. നിങ്ങളുടേതായ കോമഡികൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ ഉണ്ടാക്കുന്ന കോമഡി ഇപ്പോഴും നിങ്ങൾക്ക് തന്നെ വേണ്ട. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഉപ്പ് വെച്ച കലം പോലെ എന്ന് പറഞ്ഞാൽ എല്ലാം അലുത്തലുത്ത് പോവുകയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ വേഷങ്ങളിലൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കുക. ചങ്ങായി എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഈ ബിന്ദു പണിക്കർ എടാ സുരേഷ്, ഞാൻ പറയുന്നത് തെറ്റാണോടാ, എല്ലാവരും ജയിച്ചപ്പോഴും ഞാൻ മാത്രം തോറ്റുപോയടാ എന്ന് പറയുന്ന ആ ഡയലോഗും അടിച്ചിട്ട് എന്തൊരു ക്രിഞ്ചാന്നുള്ളൂ ഇത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. എമ്മാതിരി ക്രിഞ്ച് എന്നറിയാമായിരുന്നു. ചില ഡയലോഗൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ സങ്കടം തോന്നാറുണ്ട്. ഈ മനുഷ്യൻ എന്താ പറ്റിയത്? അതായത് ഇയാൾക്ക് നല്ലൊരു വേഷം പോലും കിട്ടുന്നില്ലല്ലോ, നല്ലൊരു റോള് പോലും കിട്ടുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് ചില സമയത്ത് നമുക്ക് തന്നെ നമ്മളോടൊരു വിഷമം വരും. അതായത് എത്ര നല്ല സിനിമകളിൽ അഭിനയിച്ച മനുഷ്യനാണ്. ഈ ലയൺ പോലെയുള്ള, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയേണ്ടത്, ഈ ജോക്കർ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് സിനിമകളിൽ നമ്മളെയെല്ലാം കയ്യടിപ്പിച്ച ഒരു താരം, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇന്ന് കാണുമ്പോഴേ ഒരുപക്ഷെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശിക്ഷയാകാം, അതായത് ദൈവം കൊടുത്ത ശിക്ഷയാകാം. ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു എന്താ പറയേണ്ടത്, ഒരു വലിയ വിഷമം തന്നെയാണ്. എന്നാൽ മറ്റുള്ള ആ ഒരു സഹോദരിയുടെ അതായത് ഈ കേസ് ആലോചിക്കുമ്പോൾ ആ സഹോദരിയുടെ കൂടെ നിൽക്കാനേ നമുക്ക് എല്ലാവർക്കും തോന്നുകയുള്ളൂ. അങ്ങനെയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പന്ന ഫാൻസുകാർ, അതായത് ദിലീപിനെ ആവശ്യമില്ലാതെ എടുത്തിട്ട് പല തരത്തിലെന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുന്നവരാണ് ഈ ഫാൻസുകാർ. അവർ വരുന്നത് തന്നെ എന്തിനാണെന്ന് വെച്ചാൽ ഈ പടത്തിന് പടകം പൊട്ടിക്കാനും അതുപോലെ ചെണ്ട മുട്ടാനും. ഇന്ന് ചെണ്ടമേളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. കാരണം ഫണ്ട് കൊടുക്കൽ നിർത്തിയോന്നറിയില്ല. അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ പടത്തിന് ഭയങ്കര ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫണ്ടിങ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇന്നൊന്നും വരത്തില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്ലി വരവ് കുറഞ്ഞത് കൊണ്ട് ഇന്ന് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പൊട്ടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബർത്ത്ഡേക്ക് പൊട്ടിക്കുന്ന 4 സാധനം മാത്രമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദിലീപ് തന്നെ സ്വയം തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.